Debate with Dr. Arun Kumar. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു ലഘു വ്യായാമ മുറകളിലൂടെ ആരോഗ്യം എന്ന ആശയമാണ് മെക്സെവൻ എന്ന വ്യായാമ കൂട്ടായ്മയെ സൃഷ്ടിച്ചത്. കോവിഡ് കാലത്തായിരുന്നു മെക്സെവൻ എന്ന വ്യായാമ കൂട്ടായ്മ പടർന്നു പന്തലിച്ചത്. മലപ്പുറത്തു മാത്രം 1000-ഓളം യൂണിറ്റുകളുള്ള മെക്സെവനിൽ വർഗീയ ചാപ്പ കുത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. മെക്സെവനിൽ വർഗീയ ശക്തികൾ നുഴഞ്ഞു കയറുന്നുണ്ട് എന്നാണ് CPM ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ നിലപാട്. പിന്നീട് P. മോഹൻ ആ നിലപാടിൽ നിന്ന് പിന്നാക്കം പോയി. ജാഗ്രത വേണമെന്നേ താൻ ഉദ്ദേശിച്ചുള്ളൂ എന്നാണ് P. മോഹൻ അത് തിരുത്തിയത്. എന്നാൽ മെക്സെവനെ കരുതിയിരിക്കണമെന്ന് BJP പറയുന്നു. മെക്സെവനിൽ സ്ത്രീകൾ കൂടി എത്തി വ്യായാമമുറകൾ അഭ്യസിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് AP വിഭാഗം പറയുന്നു. മെക്സെവനിൽ വർഗീയ ചാപ്പ കുത്തുന്നത് ആരാണെന്നാണ് ചോദ്യം. മെക്സെവനിൽ മെക്കിട്ട് കയറുന്നത് എന്തിന്, ആർക്കു വേണ്ടി, ആര്? നമുക്കിപ്പം മെക്സെവന്റെ ബ്രാൻഡ് അംബാസിഡറും കോ ഫൗണ്ടറുമായ അറക്കൽ ബാവയുണ്ട്. അറക്കൽ ബാവ, വെരി ഗുഡ് ഈവനിങ്, നമസ്കാരം. ഒപ്പം വലത് നിരീക്ഷകനായ മിഥുൻ വിജയകുമാറുണ്ട്. വെരി ഗുഡ് ഈവനിങ്, നമസ്കാരം മിഥുൻ വിജയകുമാർ. മിഥുൻ വ്യായാമമൊക്കെ ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. മെക്സെവന്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് ഒരു പക്ഷേ ഈ ചർച്ച കഴിയുമ്പോൾ നമ്മുടെ അംബാസഡർ മിഥുനെ അടക്കമുള്ളവരെ പഠിപ്പിക്കും. നമുക്കതൊന്ന് കേൾക്കാം. അതിനു മുൻപ് ഞാൻ അറക്കലിലേക്ക് ബാവയിലേക്ക് വരുന്നു. അറക്കൽ ബാവ, ഈ മെക്സെവനെ കുറിച്ച് ഒരുപാട് പേര് കഥകൾ പറയുന്നു. ചിലർ പറയുന്നു അതിൽ വർഗീയ ശക്തികൾ നുഴഞ്ഞു കയറുന്നു. ഇന്ന് ജനയുഗം അവർക്കെല്ലാം ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു വ്യായാമ മുറയായി കണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം വർഗീയ ചാപ്പ കുത്തുന്നത് BJPയുടെ ലക്ഷ്യവും അജണ്ടയുമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ വർഗീയ ശക്തികൾ ആരെങ്കിലും ഈ മെക്സെവനിൽ ഉണ്ടോ? സത്യത്തിൽ ജനകീയമായ ഒരു വ്യായാമ സംവിധാനം, ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി തങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 21 മിനിറ്റ് ആണെങ്കിൽ ഒരു 30 മിനിറ്റ് സമയം ചെലവഴിച്ച് എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് ചേരുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോം. ഇത്തരം ആരോപണങ്ങൾ ആദ്യം ഉന്നയിച്ചവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ മെക്സെവൻ സെൻ്ററുകൾ സന്ദർശിക്കുക. കാരണം BJPക്ക് പോലും ഇല്ലാത്ത ഒരു ആരോപണമാണ് മറ്റ് പല കോണുകളിൽ നിന്നും വന്നത്. സ്വാഭാവികമായിട്ടും ഇത്രയും സംഘടനാ ശക്തിയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള കേരളത്തിൽ ഇത്രയും രഹസ്യ സ്വഭാവത്തോടുകൂടി ഈ ഒരു സംഭവം ഒരിക്കലും നടന്നിട്ടില്ല. പൊതുമൈതാനത്ത് അതാത് നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ചേർന്നൊരു വ്യായാമ പദ്ധതി. മാത്രമല്ല, നമ്മുടെ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ, അദ്ദേഹം 2012 മുതൽ 2022 വരെ 10 വർഷം ഇതിൽ തന്നെ കുറേ യോഗയും എയറോബിക്കും ഫിസിയോതെറാപ്പിയും ഡീപ് ബ്രീത്തിങ്ങും മെഡിറ്റേഷനും മസാജിങ്ങും ഒക്കെ അടങ്ങിയ സിമ്പിൾ എക്സസൈസുകളുടെ ഒരു പാറ്റേൺ തയ്യാറാക്കി എല്ലാ പ്രായക്കാർക്കും, എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എൽഡർ, അതായത് ഒരു 50 വയസ്സ് കഴിഞ്ഞ ആളുകളായിരുന്നു കാര്യമായി ഫോക്കസ് ചെയ്യുക. കാരണം അവരാണ് ജീവിതശൈലി രോഗങ്ങളിലേക്ക് പെട്ടെന്ന് വഴുതി വീഴുന്നത്. അപ്പോൾ ഇത് 2022 ഒരു അലുമിനി മീറ്റിൽ വെച്ച് ഇങ്ങനൊരു സംഭവം അദ്ദേഹം ഷെയർ ചെയ്യുന്നതും അത് എൻ്റെ സുഹൃത്ത് KT മുസ്തഫ അറിയിക്കുകയും ഞാൻ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും എൻ്റെ സുഹൃത്ത് അതേപോലെ തന്നെ ശിവാനന്ദൻ പോലുള്ള ഞങ്ങളുടെ നാട്ടിലെ പെരുവള്ളൂരിലെ ഗ്രൂപ്പുമായി ചർച്ച ചെയ്ത് ആളുകളോട് പൊതുവെ ഇതിൻ്റെ ഒരു ഗുണം, എല്ലാ ജനവിഭാഗങ്ങളും ഒത്തുചേരുന്ന ഒരു വ്യായാമം 1/2 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് പോകാം, എളുപ്പമാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ ഏതെങ്കിലും പാർട്ടി അനുഭാവിയാണോ, അനുയായിയാണോ? ഇല്ല, എന്നെ ആളുകൾ എല്ലാ പാർട്ടിക്കാരായിട്ടും ചിത്രീകരിക്കാറുണ്ട്. അതായത് കോൺഗ്രസ്സുകാരനായി ചിത്രീകരിക്കാറുണ്ട്, ഇടതുപക്ഷക്കാരനായി ചിത്രീകരിക്കാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാടില്ല. പിന്നെ മുസ്ലിങ്ങൾക്കിടയിൽ വിവിധ സംഘടനകളുണ്ടല്ലോ, സുന്നി, മുജാഹിദ്, ജമാഅത്ത്, അങ്ങനെ അതിൽ ഞാൻ സുന്നി പക്ഷത്താണ്, AP വിഭാഗത്തിൻ്റെ പക്ഷത്താണ്. പക്ഷേ പ്രത്യക്ഷമായി ഞാൻ മറ്റുള്ളവരോട് ഒരു ശത്രുതയോ, ഇന്നുവരെ എൻ്റെ ജീവിതം മുഴുവൻ ഒരു തുറന്ന എല്ലാ വിഭാഗം ആളുകളോടും ഒരു ഉദ്ദേശിച്ചതായി നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. കാരണം അങ്ങനെ സാധ്യമല്ല എന്ന് പറയാനുള്ള കാരണം, ഒരു ഗ്രാമം എടുത്താൽ അല്ലെ ഒരു നാടെടുത്താൽ ഇങ്ങനെ ഒരു കൂട്ടർക്ക് മാത്രം സ്വന്തമായിട്ടൊന്നും ഇവിടെ ഇല്ലല്ലോ. നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു പൊതുസമൂഹമുണ്ട്. ആ പൊതുസമൂഹത്തിനിടയിൽ അങ്ങനെ ഒരു പ്രവണതയുണ്ടെങ്കിൽ അതാദ്യം മനസ്സിലാകുക ഞങ്ങൾക്കാണ്. പിന്നെ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പരസ്യമോ അല്ലെ പ്രത്യക്ഷമായിട്ട് നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ അധികാരായവരോ അല്ല ഞങ്ങളാരും.
നിഷ്കളങ്കമായും നിഷ്പക്ഷമായും നല്ല രീതിയിലും ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിലൂടെ ലോകത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടണം എന്ന ഒരാശയം, അത് മാത്രം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. പിന്നെ ആർക്കെങ്കിലും സംഘടനാപരമായോ മറ്റോ അല്ലെങ്കിൽ പൊതുവേദിയിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വകാര്യമായി അവർക്ക് അവരുടെ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ വീടുകളിലൊക്കെ ചെയ്യാനും അനുമതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആരെവിടെ തുടങ്ങുന്നു എന്നതിന് പകരം നല്ലൊരു ട്രെയിനർമാർ 21 വ്യായാമങ്ങൾ അത് ഒരു ട്രെയിനർക്ക് കീഴിൽ കൃത്യമായി എല്ലാവരും കൃത്യമായ ഇടവേളകളിൽ എണ്ണം തികച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിയായ ബെനിഫിറ്റ് കിട്ടുക. അങ്ങനെ ഒരു സിസ്റ്റം എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ്. അതാണ് പിന്നെ ജനങ്ങൾ മനസ്സിലാകാതെ പോയതാണ്. എന്ന് പറയുന്നത് പോലെ SDP-ക്കാര് പണ്ടത്തെ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ വാഗമണ്ണൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ട്രെയിനിങ് ക്യാമ്പുകളും ഡ്രില്ലിംഗ് ക്യാമ്പുകളും നടത്തിയിരുന്നു എന്ന് പറയുന്നത് പോലെ പദചലനങ്ങൾ ഉള്ളതുപോലെ ഒരു പരിപാടിയായിട്ട് ഈ പി മോഹനും അതേപോലെ BJP-ക്കാരും ഒക്കെ കണ്ടതാണോ യഥാർത്ഥത്തിൽ ഇത് തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയാക്കിയത്? സത്യത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഈ മെക്സവിനിലേക്ക് വരികയോ മെക്സവിനിൽ എക്സസൈസ് ചെയ്യുകയോ ചെയ്ത ആർക്കുമില്ലാത്തൊരു പരാതി കേട്ടറിവ് വെച്ച് അത് സത്യമായിരിക്കുമെന്ന് കരുതി ഇവർ പറഞ്ഞതായിരിക്കാം. പിന്നെ എല്ലാവരും തിരുത്തിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ മിഥുൻ വിജയകുമാർ ചേരുന്നുണ്ട്. മിഥുൻ വിജയകുമാർ, ഈ മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ പരിപാടി ഒരു ഇന്നോവേറ്റീവായിട്ട് നമ്മുടെ പ്രായമായ മനുഷ്യർക്കടക്കം 21 മിനിറ്റിൽ ലളിത വ്യായാമ മുറകൾ അഭ്യസിക്കാനുള്ളൊരു അവസരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇതിനെ കരുതിയിരിക്കണമെന്നൊക്കെ BJP തട്ടിവിടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ശാഖയിൽ RSSന്റെ പരിപാടി നടക്കുന്നത് പോലെ ഒരു പരിപാടിയാണെന്ന് തെറ്റിദ്ധരിച്ചാണോ മിഥുൻ? നോക്കൂ അരുൺ, ഒന്നാമത്തെ കാര്യം, ഈ ഒരു വിഷയം പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരുന്ന BJP അല്ല. ഇത് ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റുന്നത് എനിക്ക് തോന്നുന്നു SYSന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി കിനലൂരിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷമാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്. അതിന് താഴെ ഒരുപാട് കമന്റ് വരുന്നു. സുന്നി വിഭാഗത്തിലെ ചില വിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. പിന്നീട് ഇതിലേക്ക് CPMന്റെ മോഹനൻ മാസ്റ്ററുടെ കമന്റ് വരുന്നു. അദ്ദേഹം വേറൊരു കമന്റ് പറയല്ല, അദ്ദേഹം ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് പറയുന്ന കാര്യങ്ങളാണ്. അതും അദ്ദേഹം വളരെ റിസർച്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ആധികാരികമായി അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. അപ്പം അവരുടെ നെറ്റ്വർക്കിനെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ള രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തിരുത്തി പറഞ്ഞു. അപ്പൊ ഇവിടെ BJPയോ RSSോ തുടങ്ങി വെച്ച ഒരു വിഷയമല്ല. മാത്രമല്ല മോഹനൻ മാസ്റ്റർക്ക് ഇതിലൊരു എന്താ പറയാ ഇൻപുട്ട് കിട്ടിയിട്ടോ അല്ലെങ്കിൽ എന്റെ ഒരു വിഷയത്തിൽ ഇതൊരു കോൺട്രവേഴ്സി ആയതിനു ശേഷം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല. അദ്ദേഹം വളരെ സ്വമേധയാ അദ്ദേഹം BJP പി മോഹനന്റെ നിലപാട് ഏറ്റെടുക്കുന്നത് എന്തിനാണ്? അത് CPMന്റെ നിലപാടല്ലേ? അത് അദ്ദേഹം തിരുത്തി, നിങ്ങൾ തിരുത്തിയിട്ടുമില്ലല്ലോ. അല്ല, BJPയുടെ നിലപാട് എനിക്ക് എന്താ പറയാ കൃത്യമായിട്ട് ഒഫീഷ്യലി പറയുന്ന ആൾ ഞാനല്ല. പക്ഷെ BJP അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊരു ചർച്ചാ വിഷയമായി കഴിഞ്ഞാൽ BJP സാധാരണ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണല്ലോ. അതിപ്പോ മോഹൻ മാസ്റ്റർ കൊണ്ടുവന്നു എന്നൊരു വിഷയം മാത്രമേ അവിടെ ഉള്ളൂ. BJPയുടെ റൈറ്റ് വിംഗ് പൊളിറ്റിക്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ BJP അതിൽ എടുക്കേണ്ട പൊസിഷൻ തന്നെ എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് മെക്സവനെ നിങ്ങളൊരു രാഷ്ട്രീയ വിമർശനത്തിന്റെ വേദിയായി CPM ഉപയോഗിച്ചു, അത് ജമാഅത്തെ ഉപയോഗിച്ചു, മീൻസ് ജമാഅത്തെക്കെതിരെ AP വിഭാഗം ഉപയോഗിച്ചു. പക്ഷെ നിങ്ങൾക്ക് ഒരു കൺസേൺ എന്താണ്? BJPക്ക് എന്താണ് ഈ മെക്സവനിൽ കാര്യം? അല്ല, ഇതിലെ കൺസേൺസ് എന്ന് പറഞ്ഞാല് ഇവിടെ SYSന്റെ നേതാവ് പറഞ്ഞ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ സമസ്തയുടെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് പിറകിലൊരു ചതി ഉണ്ട് എന്ന രീതിയിൽ മുസ്ലിം സംഘടനകളിൽ നിന്നും തന്നെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. SYSന്റെ നേതാവ് പറഞ്ഞത് ഇതിന് NDFന്റെ സ്വഭാവമുണ്ട് എന്നാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയുക പബ്ലിക് വ്യൂയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് BJP അല്ലെങ്കിൽ ഒരു എന്താ പറയുക റൈറ്റ് വിംഗ് ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ഒരു ആവശ്യം തന്നെയാണ്. കാരണം അതിനെതിരെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾ ഇത് പറഞ്ഞെങ്കിൽ അത് ഏറ്റെടുക്കുകയാണോ BJP നേതൃത്വത്തിന്? അതിൽ വ്യത്യസ്ത പാർട്ടിയിൽപ്പെട്ടവരുണ്ട്, വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട് മെക്സവനിൽ. അതൊന്നും ആലോചിക്കാതെ എവിടെയെങ്കിലും എന്നാ ഒരു പിടിവള്ളി കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് നേരെ മെക്സവന്റെ മണ്ടയ്ക്കിട്ട് കയറുക. അത് CPM പറഞ്ഞാലും അത് സമസ്ത പറഞ്ഞാലും അത് ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു വർഗീയതയുടെ സാധ്യതയുണ്ടെങ്കിൽ നുഴഞ്ഞു കയറാനുള്ള ശ്രമം അതല്ലേ യഥാർത്ഥത്തിൽ നടത്തിയത് മിഥുൻ? അല്ല അരുൺ, തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്ന് പറയുന്ന ഒരു വ്യായാമ കൂട്ടായ്മ സ്വമേധയാ കേരളത്തിൽ കോവിഡ് കാലത്തുണ്ടാവുന്നു. അറക്കൽ ബാവയടക്കമുള്ള ആളുകൾ ഇതിന് കോ-ഫൗണ്ടർ ആവുന്നു. സലാഹുദ്ദീൻ അത് കൊണ്ടുവരുന്നു. ഒരുപാട് ആളുകൾ, പുരുഷനും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ആ വ്യായാമം അഭ്യസിക്കുന്നു. അതിനകത്ത് ഇനി എന്താ അന്വേഷിക്കാനുള്ളത്? അവരെന്ത് കുറ്റകൃത്യമാണ് ചെയ്യുന്നത്? സമയത്ത് വന്നതല്ല അരുൺ, ഇത് മെക്സവൻ സെറ്റപ്പ് ആവുന്നത് എനിക്കൊന്ന് 2012-ലാണ്.
2012 മുതൽ 2022 വരെയുള്ള അവരുടെ വളർച്ച നോക്കിയാൽ അവിടെ എനിക്ക് തോന്നുന്നു ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 2022-നും 2024-നും ഇടയിൽ അവരുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ സീരീസ് എ ബി ഫണ്ടിങ് കിട്ടുന്ന സ്ഥാപനങ്ങൾക്ക് പോലും വളരാൻ സാധിക്കാത്ത രീതിയിൽ മെക്സവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് പിറകിൽ ദുരൂഹതയൊന്നും ഇല്ല. അത് പെട്ടെന്ന് കേരളത്തിലെ ജനങ്ങളെല്ലാം ലൈഫ് സ്റ്റൈൽ അവയർനെസ്സിനെ, എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ കുറിച്ചൊക്കെ ഭയങ്കരമായി അവെയർ ആവുന്നു. ഈ 2 വർഷം കൊണ്ട് മെക്സവൻ അത് എന്താ പറയുക സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ബുദ്ധിമുട്ടുണ്ട്. ആ വളർച്ചയുടെ പിന്നിൽ എന്താണെന്നുള്ളത് അന്വേഷിക്കണം എന്നുള്ളതാണ് ബിജെപിയുടെ ആവശ്യം. അതിൽ ദുരൂഹതയുണ്ടോ? ഞാൻ തിരിച്ചു വരാം അറക്കൽ ബാവയിലേക്ക്. അത് അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ലായിരുന്നു. മെക്സവനിൽ ഈ പറയുന്ന സ്ലീപ്പർ സെല്ലുകളായി വർഗീയ ശക്തികൾ നുഴഞ്ഞു കയറാതെ എങ്ങനെ ഇത്ര വേഗം വളർച്ച കൈവരിക്കും എന്നതാണ് BJP-യുടെയും സംശയം. ആ സംശയം CPM-ലെ ജില്ലാ സെക്രട്ടറിക്ക് ഉണ്ടായതാണ് അത്ഭുതം. അത് സുന്നിയിലെ ചില വിഭാഗങ്ങൾ, AP വിഭാഗത്തിലെ ചില ആളുകൾ പങ്കുവച്ചതാണ് അതിലേറെ കൗതുകകരം. അത് BJP ഏറ്റുപിടിച്ചതാണ് അതിലേറെ തമാശ. ഞാൻ അറക്കൽ ബാവയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അറക്കൽ ബാവ, മിഥുൻ പറയുന്നത് 2012-ൽ തുടങ്ങിയ ഒരു ആശയം ഇത്ര വേഗത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെയാണ് വളർന്നത്? അത് അന്വേഷിക്കേണ്ടതല്ലേ? ആ വളർച്ച ദുരൂഹമല്ലേ? അതിനുള്ളിൽ വർഗീയ ശക്തികൾ ഉണ്ടെങ്കിൽ അത് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതല്ലേ? അന്വേഷണത്തെ നിങ്ങൾ ഭയക്കുന്നുണ്ടോ മെക്സവൻ? അന്വേഷണത്തിന്റെ ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ? അന്വേഷണം എത്രയോ പ്രാവശ്യം ഇൻ്റലിജൻസിൽ നിന്നും മറ്റുമൊക്കെ നേരിട്ടും അല്ലാതെയും രഹസ്യമായും പരസ്യമായും വിവിധ സെൻറ്ററുകൾ സന്ദർശിക്കുകയും ഞങ്ങളെയൊക്കെ വിളിച്ചും ഞങ്ങളെപ്പറ്റിയുമൊക്കെ അന്വേഷണങ്ങൾ നടന്നതാണ്. പിന്നെ ഈ ശക്തമായ ഭരണകൂടം നിലവിലുള്ള ഒരു രാജ്യത്ത് അവരുടേതായ പണി അവർ ചെയ്യുമല്ലോ. ഇനി എന്ത് അന്വേഷണങ്ങൾ നടത്തിയാലും ശരിക്ക് അന്വേഷിച്ച് ഇതിനെതിരിൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടത്. ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത്. പിന്നെ എന്തുകൊണ്ട് വളർന്നു എന്ന ചോദ്യം 2022 ഒക്ടോബറിലെ ഒരു അലുമിനി മീറ്റിൽ വെച്ച് അറിഞ്ഞൊരു കാര്യം ഷെയർ ചെയ്തതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനുശേഷം 2023 മുതൽ, അതായത് 2022 ലാസ്റ്റ് ഞങ്ങൾ സെൻറ്റർ തുടങ്ങിയപ്പോൾ തന്നെ ഏറെക്കുറെ 200ഓളം പേരാണ് പരിസര പഞ്ചായത്തുകളിൽ നിന്ന് പെരുവള്ളൂരിൽ എത്തിയത്. പിന്നെ അതിനടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് ലേഡീസ് സെൻറ്ററിലും 150-200 പാർട്ടിസിപ്പൻ്റായി. പരിസര പഞ്ചായത്തുകളിലുള്ളവർ, അതേപോലെ കൊണ്ടോട്ടി തുറക്കലിൽ നിന്ന് അതിൻ്റെ പരിസരങ്ങളിലുള്ളവരൊക്കെ ഏറ്റെടുത്ത് അവിടെ നിന്നാണ് പിന്നീട് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള എൻക്വയറി വരുന്നതും ഇത് വ്യാപിപ്പിക്കുന്നതും. അങ്ങനെ 2023 ഡിസംബറിലാണ് ഇത് ഈ രീതിയിൽ, കാരണം ഇത്ര വലിയ വ്യാപകമായി പോകുമെന്ന് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചതല്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ ലളിതമായ സ്വഭാവം, ഫീസ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിട്ടയർഡ് ആയതും അല്ലാത്തവരുമായ പ്രായമുള്ള ആളുകൾക്കൊക്കെ ജീവിതശൈലി രോഗങ്ങളും അതിലപ്പുറം സാമൂഹികമായ ഒറ്റപ്പെടൽ മാറാനും, പ്രത്യേകിച്ച് ജാതിമത ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് ചെറുപ്പകാലത്തിൽ നമ്മളെ സ്കൂളിലുള്ള ആ ഒരു സൗഹൃദം, അപ്പോൾ ഇതെല്ലാം കൂടെ തിരിച്ചു കിട്ടി. ഇതിനെപ്പറ്റി നാട്ടിൽ റിസൾട്ടാണ് മെയിൻ. അതിങ്ങനെ പലരിലേക്കും ഷെയർ ചെയ്യാൻ തുടങ്ങി. പലർക്കും മരുന്നിൻ്റെ അളവ് കുറക്കാൻ സാധിച്ചു. അങ്ങനെ 60% ആളുകളും ഏതെങ്കിലും തരത്തിലുള്ള ജീവിതശൈലി രോഗം ബാധിച്ചാൽ വരുന്ന ഒരു സംഭവം. അങ്ങനെ ഇത് വ്യാപിച്ചപ്പോഴാണ് 2023 ഡിസംബറിൽ ഞങ്ങളിതൊരു ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതും, തുടർന്ന് അതിനു മുമ്പായിട്ട് ഒക്ടോബറിൽ ഞങ്ങൾ ഗവൺമെൻറ്റിനൊരു നിവേദനം, ഞാൻ നവകേരള സദസ്സിൽ ഞാൻ പങ്കെടുത്തതാണ്. അന്ന് മലപ്പുറത്ത് വെച്ച് ഞാൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇതിൻ്റെ നിവേദനം കൊടുത്തിരുന്നു. ഇങ്ങനൊരു സംഭവമുണ്ടെന്നും നമുക്ക് പൊതുവായി ജനങ്ങൾക്ക് കൂടിയിരിക്കാനുള്ള പൊതു പ്ലാറ്റ്ഫോം ഇല്ലാത്തത് കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് സോഷ്യൽ ലൈഫിലേക്ക് വരാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജനകീയമായി ജനങ്ങൾ ഏറ്റെടുത്ത് പൊതുസ്ഥലങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്ന സംഭവമാണെന്നും ഇത് കേരളത്തിലും കേന്ദ്രത്തിലും ഗവൺമെൻറ്റുകളുടെ സഹായത്തോടു കൂടി എല്ലായിടത്തും നടപ്പാക്കിയാൽ നല്ലൊരു മനസ്സുള്ളവൻ അല്ലെങ്കിൽ മാനസിക ആരോഗ്യമുള്ളവൻ്റെ മനസ്സിൽ മറ്റ് അനാവശ്യ ചിന്തകളൊന്നും വരില്ല. ഒരു പോസിറ്റിവിറ്റി എപ്പോഴും ഉണ്ടാകും. നാം അനുഭവിക്കുന്ന ടെൻഷൻ സ്മാർട്ടായിട്ട് ജീവിക്കാൻ നമ്മൾ പിന്നീട് മറ്റേതെങ്കിലും വർഗീയ ശക്തികൾ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടോ? ജമാഅത്തെ പോലെ, അതല്ലെങ്കിൽ SDP പോലെ, അങ്ങനെ ഏതെങ്കിലും യൂണിറ്റുകൾ ഇവരുടെ നേതൃത്വത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു റിപ്പോർട്ടും ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ എല്ലാ വിഭാഗം ആളുകളുണ്ടാവില്ലേ? അതായത് ഇതിൽ കോൺഗ്രസ് ഉണ്ടാകും, ലീഗുകാരുണ്ടാകും, BJPക്കാരുണ്ടാകും, മാർക്സിസ്റ്റുകാരുണ്ടാകും, അതേപോലെ തന്നെ എല്ലാ മതസംഘടനകളുടെ ആളുകളുണ്ടാകും, വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്നവരുണ്ടാകുന്ന ഒരു പരിച്ഛേദമായ നമ്മളെ നാട്ടിൽ
എവിടെയും ഒരു യൂണിറ്റ് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ നാട്ടിലെ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുക. പിന്നെ ഞങ്ങൾ ആരോടും ജാതി ചോദിച്ചിട്ടില്ല, മതം ചോദിച്ചിട്ടില്ല, രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല. പലപ്പോഴും വിവാദമായതിന് ശേഷം ഞങ്ങൾ ഇന്ന പ്രവർത്തകരാണെന്ന് മൈക്കിന് മുമ്പിൽ വന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായത് ഈ ആളുകളൊക്കെ ഇന്ന ആളുകൾ. ഞങ്ങളുടെ ചിന്ത അതല്ല. ഏതെങ്കിലും മതത്തിനോ രാഷ്ട്രീയത്തിനോ അതീതമായിട്ട് പൊതുവായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അന്നും ഇന്നും അത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഇനി കാര്യങ്ങൾ ഒന്നുകൂടി വേഗത്തിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഗവൺമെൻറ്റുകളെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ പ്രസൻറ്റേഷനും കേസ് സ്റ്റഡിയും ഇതുവരെ വന്നിട്ടുള്ള അനുഭവങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, വ്യാപകമായ പ്രചരണത്തിന് മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ആയിരക്കണക്കിനായ ഫീഡ്ബാക്കുകളാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ വന്നിട്ട് പല ജീവിതശൈലി രോഗങ്ങളും നിയന്ത്രണ വിധേയമായത്, മാരകമായ പല അസുഖങ്ങളിലേക്കും പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, മാനസികമായ പിരിമുറുക്കം കുറച്ചത്. അങ്ങനെ ഈ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കും മറ്റൊരു പരസ്യവും ഇല്ല, മൗത്ത് പബ്ലിസിറ്റി. വളർച്ച ചില ആളുകളെ അസ്വസ്ഥരായ ആളുകൾ അനുഭവസ്ഥരായ ആരോപണം ഉന്നയിച്ചു വിട്ടു എന്നാണ്. പക്ഷെ നോക്കൂ, താങ്കൾ ഒരു സുന്നി വിഭാഗത്തിൽപ്പെട്ട നേതാവാണ്. ഈ AP വിഭാഗത്തിൽ തന്നെ പെട്ട ഒരു ആളാണ് ഇതിൽ ആദ്യത്തെ വിമർശനം ഉന്നയിക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇതിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. സ്ത്രീകൾക്കടക്കം ഇങ്ങനെ പൊതുവ്യായാമ മുറകൾ പൊതു ഇടങ്ങളിൽ വെച്ച് ആചരിക്കുന്നത് മതത്തിന് നിഷിദ്ധമാണ് എന്ന നിലപാടൊക്കെ സ്വീകരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഈ സമുദായത്തിലും സുന്നി വിവിധ ഗ്രൂപ്പുകളിലുമൊക്കെ ഉണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഈ വഴിമരുന്നിട്ട് കൊടുത്തതെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്, അറക്കൽ ബാവ? ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നേതൃത്വം തന്നെ പ്രസ്താവന ഇറക്കിയല്ലോ, ഞങ്ങൾ മെക്സവനെ വിമർശിച്ചിട്ടില്ല. അതിലുള്ള അവരുടെ ആശയങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ചില പ്രവണതകളെ മാത്രമാണ് ഞങ്ങൾ എതിർത്തതെന്നും സുന്നി വിഭാഗത്തിൻ്റെ പേരിൽ ഇതിനെ എതിർത്ത വ്യക്തി ഒരു ആക്ടിവിസ്റ്റ് ആണെന്നും അവർ പറയുന്നതോടുകൂടി തന്നെ സുന്നി വിഭാഗത്തിന്റെ ആരോപണത്തിൽ പിണഞ്ഞത്. അതോടൊപ്പം കഴിഞ്ഞാൽ സുന്നിക്കാരത് നിഷേധിച്ചു. ഇനി CPM ആണെങ്കിൽ മലക്കം പറഞ്ഞു. ഇവിടെ ഇതിന് പിന്നിൽ പോയി BJP മാത്രമാണോ പെടാൻ പോകുന്നതെന്നൊരു ചോദ്യം. പെട്ടെന്നുള്ള വളർച്ചയിൽ സംശയമുണ്ടാവുന്നുണ്ടെങ്കിൽ കേരളത്തിൽ BJPയുടെ പെട്ടെന്നുള്ള വളർച്ച, RSSന്റെ വളർച്ച, ഇതൊക്കെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കേണ്ടതല്ലേ മിഥുൻ വിജയ്? ഇപ്പോൾ അറക്കൽ ബാവ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയാണ് നമുക്ക് വേണ്ടത്. വളരെ പെട്ടെന്ന് വളർന്ന ഒരു സംഘടനയെ ചൊല്ലി ഒരു സംശയം ഉണ്ടാക്കുക, അത് നിങ്ങളിൽ അസ്വസ്ഥത ജനിപ്പിച്ചത് കൊണ്ടല്ലേ ഈ സംശയം ഉണ്ടാവുന്നത്? മലപ്പുറത്ത് കേൾക്കുമ്പോൾ BJPക്കും വലത് നിരീക്ഷകർക്കൊക്കെ ഒരു ഹാലിളകുന്നത് ഇതുവരെയും തീരാറായില്ലേ മിഥുൻ? അരുൺ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വിഷയം കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് BJP അല്ല, RSS അല്ല. കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് ഈ കാര്യം പറയുന്നത്. അപ്പം അതിൽ ഒരു ആധികാരികതയും ഇല്ലാതെയല്ല അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ ഞാൻ ടൈം ലൈൻ ഓഫ് ഗ്രോത്ത് ആണ് ചോദ്യം ചെയ്യുന്നത് അരുൺ. 2012 മുതൽ 22 വരെ പ്രത്യേകിച്ച് ഒരു വളർച്ചയും ഇല്ലാത്തൊരു സംഘടന 2 വർഷം കൊണ്ട് വളർന്നു പന്തലിക്കുന്നു. നല്ല കാര്യം. പക്ഷേ അതിലെ അരുൺ പ്ലീസ് ഒറ്റ കാര്യം കൂടെ പറഞ്ഞു. അതേ 2022 സെപ്റ്റംബറിലാണ് നമ്മുടെ രാജ്യത്ത് ഒരു വലിയൊരു ഇൻസിഡന്റ് നടക്കുന്നത്. PFI എന്ന സംഘടന ബാൻ ചെയ്യപ്പെടുന്നത് 2022 സെപ്റ്റംബറിലാണ്. അതിനുശേഷം താങ്കൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ഗ്രോത്ത് ഈ പറയുന്ന ഗ്രോത്തും ഭയങ്കരമായി ചേരുന്നുണ്ട്. അവരുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും മെക്സവന്റെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് താങ്കൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ PFIയുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കായിട്ട് സാമ്യമുള്ള രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും വാട്സാപ്പ് വഴി മാത്രം. ഈ മെക്സവന്റെ വളർച്ചയും തമ്മിൽ ബന്ധമുണ്ട്. ഞങ്ങൾക്ക് PFIയുമായിട്ടോ അവരുടെ സംവിധാനമായിട്ടോ ഒരു ബന്ധവുമില്ല. ഞങ്ങളുടെയൊക്കെ ജീവിതം തുറന്ന പുസ്തകം. ഇത്രയും കാലമായിട്ട് ഇത്രയും ഞങ്ങളിവിടെ ജീവിച്ചത് വളരെ മിഥുൻ വിജയ് തുറന്ന പുസ്തകമായി തുറന്ന ഇടങ്ങളിൽ തുറന്ന വ്യായാമ മുറകൾ അഭ്യസിക്കട്ടെ. ആരോഗ്യമുള്ളൊരു സമൂഹം ഉണ്ടാവുന്നതിൽ ആർക്കും അത്ര വലിയ കണ്ണുകടിയുടെ ആവശ്യമൊന്നുമില്ല. എന്നാൽ അതേസമയം ദുരൂഹമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടുക തന്നെ വേണം. Debate with Dr. Arun Kumar.